പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രിയപ്പെട്ടവരെ, നിയോഗം പറയുക. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ പറയുക. ഇപ്പോഴേ കണ്ണടച്ച് കൈകൾ കൂപ്പി ഭക്തിയുടെ വിശ്വാസത്തോടെ ശരണപ്പെടുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇവിടെ നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ബന്ധുക്കളെ, സ്വന്തപ്പെട്ടവർ, സഹോദരനല്ല ഞങ്ങളുടെ ഭവനങ്ങളിൽ പല ഭവനങ്ങളിൽ വന്നിട്ടുണ്ട്. ചില സമയത്ത് ബന്ധുക്കളൊക്കെ ആയിട്ട് വന്ന് പിരിഞ്ഞു പോകുമ്പോൾ വലിയ ഭാരപ്പെട്ടു പോണത് കാണാം. ചുരുക്കം ചില കുടുംബങ്ങളിലാണ് സന്തോഷിച്ച് പിരിയണത്. അപ്പോൾ അത് എപ്പോഴും ജാഗ്രത വേണ്ട ഒരു കാര്യമാണ്. കർത്താവ് ഞങ്ങളുടെ വീടിന് ചുറ്റും തിന്മയുടെ ശക്തി, അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അന്തരീക്ഷം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കും ആ ഭവനം സമാധാനം ആശംസിക്കുക. കർത്താവെ, നിന്റെ നാമത്തിൽ ക്രിസ്മസ് രാവിലെ അങ്ങയുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവെ, ആശീർവാദം, കർത്താവെ, സമാധാന ദൂതൻ ആ ഭവനത്തിലുണ്ടെങ്കിൽ നിന്റെ സമാധാനം അർഹതയുണ്ടെങ്കിൽ അർഹതയുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന ഈശോ പറഞ്ഞിട്ടുണ്ട്. കർത്താവെ, അർഹതയില്ലെങ്കിലും ഇന്ന് സമാധാനം വേണം. കർത്താവിൻ്റെ ഒരു നല്ല ദിവസം അസ്വസ്ഥത ഉണ്ടാവരുത്. പല ഭവനം അതുപോലെ തന്നെ പല വീടുകളിലെ സമാധാനം ഉണ്ടാകണം. ഒത്തിരിയേറെ വിഷയങ്ങൾ സാത്താൻ ദേവാലയത്തിലും പോകത്തില്ല. ക്രിസ്മസ് പാപകരമായ കാര്യങ്ങൾക്കും കൂട്ടുകെട്ടുകൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. ഈശോയെ, അതിനുവേണ്ടി കരുതിക്കൂട്ടി പാപം ചെയ്യുന്നതിന് വേണ്ടി കൊപ്പ് കൂട്ടുന്നവരുണ്ട് ക്രിസ്മസ് കാലങ്ങളിൽ. അങ്ങനെ സാത്താൻ വർഷിപ്പുകാരെ വിശ്വാസത്തിൻ്റെ വേഷം കെട്ടി നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധുക്കളായി സ്വന്തപ്പെട്ടവരായി പലരും കടന്നു വരണത് വിവേചന ബുദ്ധി എടുക്കാൻ കുടുംബക്കാരെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അശുദ്ധ സാഹചര്യങ്ങളെ ബന്ധിക്കാൻ നിങ്ങൾ കഴിയണം. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തെ സാത്താൻ സ്പർശിക്കാതിരിക്കണം. സർവോപരി സ്നേഹം വർദ്ധിക്കണം, ധാരണ വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം, പരസ്പരമുള്ള ഐക്യം വർദ്ധിപ്പിക്കണം. കർത്താവേ, എല്ലാത്തിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ കർത്താവ് ഈ കാര്യങ്ങളിലും സമാധാനം ഇല്ലാത്തവരുണ്ട്. ഈശോയെ, സാമ്പത്തിക വിഷയം കൊണ്ട് സമാധാനം ഇല്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് സമാധാനം ഇല്ലാത്തവരുണ്ട്. പലതരത്തിലും അവർക്ക് ക്രിസ്മസ് ആണെങ്കിലും എല്ലാവർക്കും സന്തോഷിക്കുമ്പോഴും സന്തോഷമില്ലാത്തവരുണ്ട്. മക്കളില്ലാത്തതിനെ പറ്റി സന്തോഷമില്ലാത്തവരുണ്ട്, ജോലി ഇല്ലാത്തതിനെ പറ്റി സന്തോഷമില്ലാത്തവരുണ്ട്.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാനസികമായിട്ട് അകന്നിരിക്കുന്നത് കൊണ്ടും അല്ലാതെ തന്നെ നാട്ടിലില്ലാത്തത് കൊണ്ടും സന്തോഷമില്ലാത്തതുകൊണ്ട് എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ ഈശോയെ. കർത്താവെ, അങ്ങാണ് ഞങ്ങളുടെ സമാധാനം, അങ്ങാണ് ഞങ്ങളുടെ സന്തോഷം, അങ്ങാണ് ഞങ്ങൾ എവിടെയുണ്ട് അത് അംഗീകരിക്കുന്ന ജീവിതത്തിൽ വരുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ അങ്ങയുടെ നാമത്തെ സ്വീകരിക്കുമ്പോൾ അങ്ങേ സ്വീകരിക്കുന്ന പോലെ തന്നെ കർത്താവെ, അമ്മ ഈ ശിശുവിനെ സ്വീകരിച്ചത് ഈശോയുടെ നാമത്തിലാണ്, ഈശോയുടെ നാമത്തിൽ തന്നെയാണ്, ദേവപിതാവിൻ്റെ നാമത്തിലാണ് ശിശുവിനെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആട്ടിടയന്മാർ വന്നതും ആട്ടിടയന്മാർ സമ്മാനം പോലും തരാതെ പ്രാകൃത വേഷക്കാർ വന്ന് നോക്കിയെന്ന് പോയതും അമ്മയെ ഫീൽ ചെയ്തില്ല. ക്രിസ്മസിൻ്റെ ദിവസം അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരിക്കലും ഒരു സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല, വഴിയേറി പ്രസവിച്ച പോലെ കണ്ടു നിന്നവരും പ്രസവം അറിഞ്ഞു വന്നവരും പോലും പ്രാകൃതരാണ്, അവർക്ക് ബന്ധമില്ലാത്തവരാണ്. എങ്കിലും അവരെ കണ്ടപ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണ്. കാര്യം അമ്മ ആ അപരിചിതത്വമെല്ലാം അമ്മ എടുത്തത് പിതാവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഹൃദയത്തിൽ തുള്ളിച്ചാടുന്നുണ്ടാവും അമ്മ. കാര്യം വിശ്വാസമെന്ന് പറയുന്നത് എല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിലോ നമ്മൾ എടുക്കുന്നതാണ്. ഇതിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള പ്രത്യേക അഭിഷേകം ഈ ഭവനങ്ങൾ കർത്താവ് നൽകട്ടെ പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്നവരും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നവരും ക്രിസ്മസ് ഉണ്ടായിരുന്നവരും ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാം. ചിലപ്പോൾ യാത്ര ചെയ്ത് പോയി കാണാം, ചിലപ്പോൾ എന്നേക്കുമായി യാത്ര പിരിഞ്ഞു പോകാം. ഏതായാലും അതിലൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദൈവം വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും പോകേണ്ടതാണ്. ആർക്കും അതിൻ്റെ ഒഴിവില്ല. ആവശ്യമില്ലാത്ത കാര്യം ഓർത്തിട്ട് നെടുവേർപ്പെടേണ്ട ഒരു കഥയുമില്ല. മറിച്ച് ദൈവം തന്നിരിക്കുന്ന സന്തോഷത്തെ അതിൻ്റെ മിതമായ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത നിരാശകൾ മനസ്സിൽ നിന്ന് കളയാൻ കർത്താവിൻ്റെ മക്കളെ അങ്ങ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുമക്കളുള്ള കുടുംബങ്ങളുണ്ട്, കുഞ്ഞുമക്കളില്ലാത്ത കുടുംബങ്ങളുണ്ട്, കുഞ്ഞുമക്കൾ രോഗികളായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അവിടെ എല്ലാം കർത്താവിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് കടന്നു ചെല്ലുകയും കാനായിലെ കല്യാണത്തിൽ എന്നതുപോലെ വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബ സാഹചര്യത്തിൽ അമ്മയുടെ സാന്നിധ്യം സന്തോഷമാക്കി മാറ്റിയ പോലെ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവ് ഇത് മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും അമ്മ കയറി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ സംരംഭങ്ങൾ, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ക്രയവിക്രയങ്ങളും നിങ്ങളുടെ കൊടുക്ക വാങ്ങലുകളും ഇടപെടലുകളും എല്ലാം കർത്താവിൻ്റെ നാമത്തെ അനുസരിക്കപ്പെടട്ടെ. നിങ്ങളുടെ യാത്ര ആസ്വദിക്കട്ടെ, നിങ്ങളുടെ വിനോദങ്ങളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ വാഹനങ്ങളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ തീരുമാനങ്ങളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ എല്ലാ ബന്ധുത്വങ്ങളെയും കർത്താവ് ആസ്വദിക്കട്ടെ, നിങ്ങളുടെ ഭക്ഷണങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ, അത് പാകപ്പെടുന്ന സമയത്ത് കർത്താവ് ആസ്വദിക്കട്ടെ, നിങ്ങളുടെ ദേവാലയത്തിലെ ശുശ്രൂഷ കർത്താവ് ആസ്വദിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും ദൈവത്തിൻ്റെ സ്വന്തം ഭവനമെന്ന രീതിയിൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന നിലയിൽ നിങ്ങൾക്ക് അവകാശം ഓക്കരിയുമാക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:19 പ്രാർത്ഥനയിൽ കർത്താവ് ഇപ്പം പറഞ്ഞില്ലേ, അതാണിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് സന്ദേശം എടുത്തരാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:19 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഗാഢമായി അമ്മ ചിന്തിച്ച ദിവസമാണ്. നമ്മളെല്ലാം ചിരിക്കണ ദിവസം അമ്മ ചിന്തിക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാലേ, ഇനിയൊരു പ്രസവമില്ലെന്ന് അമ്മയ്ക്കറിയാം. ആദ്യത്തെ പ്രസവം തന്നെ പെരുവഴിയിലായി. ഇത് ശരിക്കും ദൈവത്തിന് വേണമെങ്കിൽ ഈ പ്രസവം വേണമെങ്കിൽ ഒരു കണ്ണും പകലും ഉള്ളപ്പൊക്കെ വെക്കാൻ പറ്റുമായിരുന്നു. പല 4 മണി വൈകുന്നേരം 4 മണിക്കൊക്കെ വെക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ നിലവിളിയൊക്കെ കേട്ടിട്ട് നാട്ടുകാരൊക്കെ വന്ന് വല്ല വെള്ളം കൊടുത്തേക്കണം. സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്, അമ്മയ്ക്ക് പിറവി രാത്രിയിൽ നാട്ടുകാർ വന്ന് വെള്ളം കൊടുക്കണത് കാണിക്കുന്നുണ്ട്. ഈ ഫ്രാങ്കോസ് ജീസോ നാസ്തത്തിൽ അങ്ങനെ സീനുണ്ട്. അപ്പോൾ എനിക്ക് ചിരി വരും ഇത് കാണുമ്പോൾ. കാര്യം പാതിരൊക്കെ പ്രസവിച്ച് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്, വെള്ളം പോലും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ്. അതെന്താ വെച്ചാൽ അപ്പായ ഇതാണ് ഇതിൻ്റെ കൺട്രോളെല്ലാം കയ്യിലെടുക്കുന്നത്. അപ്പ പറയണത് ഇവൻ ആരോരുമില്ലാതെ കുരിശ് കിടക്കേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ ആ പ്രസവത്തിൽ തന്നെ ഇവള് ആരോരുമില്ല, ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരും ഇല്ലാതെ ആ കുരിശിനോട് നിൽക്കേണ്ട ആളാണ്. ഭയങ്കര ട്രെയിനിങ്ങാണ് കൊടുക്കേണ്ടതേ. നിത്യതയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങിൻ്റെ അകത്താണ് ഇതൊക്കെ. അതിൻ്റെ തന്നെ ഈ പാക്കേജൊക്കെ വരണത്, പെരുവഴി പാക്കേജൊക്കെ വരണത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഓർത്ത് വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഇതെല്ലാം ക്രിസ്തുവിനെ പ്രതിയാക്കി അമ്മ വിജയിച്ചെങ്ങനെയാണ് അറിയാമോ? അമ്മ ഗാഢമായി ചിന്തിച്ചു. എന്താണ്? അന്നമ്മയുടെ കൂടെ കുഴമ്പ്, തുണി, പോഷകാഹാരങ്ങൾ എല്ലാമായിട്ട് ജീവിച്ച ആളാണ്. പെട്ടെന്നാണ് ഇടിമിന്നൽ പോലെ, വെള്ളിടി പോലെ കിരണേസ് സീസറിൻ്റെ സെൻസസ് വരണത്. സെൻസസ് വന്നതോടുകൂടി എല്ലാം തകിടം പറഞ്ഞ് കെട്ടും പാണ്ടും എടുത്ത് പോകേണ്ടി വരും. ഇപ്പോൾ ചില ക്രിസ്മസ് ദിവസമൊക്കെ ചിലപ്പോൾ പട്ടാളക്കാരൊക്കെ വിളിച്ചുകൊണ്ട് പോകത്തില്ലേ,
യുദ്ധം നടക്കുന്ന കാരണം പെട്ടെന്ന് വിളിക്കുമ്പോൾ ഭയങ്കര സങ്കടമായ ഭവനങ്ങളിൽ. എന്താ കാര്യം? യുദ്ധം നടക്കുന്ന കാരണം പട്ടാളക്കാരെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല അവർക്ക്. പക്ഷേ അവരൊന്ന് ലീവിന് വന്ന് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈമോശം വന്നു പോകും. ഇങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് ട്രെയിനിങ് ഉണ്ടാകണമെന്നുള്ള ദൈവത്തിൻ്റെ നിലപാട്. അതായത് ദൈവം നമുക്ക് തരണം. അതുകൊണ്ടാണ് ദൈ വിൽ ഡൺ, ദൈ കിങ്ഡം കം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പം ദൈവ തിരുമനസ് എന്ന് പറയുന്നത് ഏത് സമയത്ത് കിട്ടിയാലും, അമ്മ സ്വർഗസ്ഥനായ പിതാവ് ശരിക്കും പറഞ്ഞാൽ അനുഭവ പ്രാർത്ഥനയാണ് ദിവസമാണ്. കാര്യം പെട്ടെന്നാണ് സെൻസസ് വരണത്, പോകാതിരിക്കാൻ പറ്റത്തില്ല. ആശുപത്രിൻ്റെ കൂടെ ആൾ പോകും. ആൾ പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? ബന്ധുക്കളിൽ നിന്ന് അകറ്റുകയാണ്. നമ്മൾ വായിക്കുന്നില്ലേ, അല്ലയോ രാജ്ഞി ശ്രദ്ധിച്ചാലും സൂക്ഷിച്ചു കേട്ടാലും ബന്ധുജനങ്ങളെ വിസ്മരിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 45-ാം സങ്കീർത്തനം 45-ാം സങ്കീർത്തനം 10-11 തിരുവചനങ്ങൾ. 45-ാം സങ്കീർത്തനം 10-11 തിരുവചനങ്ങൾ. മകളെ കേൾക്കുക, മകളെ കേൾക്കുക, ചെവിചായിച്ച് ശ്രദ്ധിക്കുക, ചെവിചായിച്ച് ശ്രദ്ധിക്കുക, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. എന്ത് സംഭവിച്ചാൽ മകളെ കേൾക്കുക, ചെവിചായ്ച്ച് കേൾക്കുക. എന്താണ്? നിന്റെ സ്വന്തം ബന്ധുജനങ്ങളെയും പിതൃജനങ്ങളെയും വിസ്മരിക്കുക. പെട്ടെന്നായിരിക്കും ദൈവം ചിലപ്പോൾ നമ്മളെ ബന്ധുക്കളെ വിസ്മരിക്കാൻ പറയുന്നത്. അതായത് ഇതാ കർത്താവിൻ്റെ ദാസ്യം അമ്മ പറഞ്ഞില്ലേ, അതിൻ്റെ ഈ പാക്കേജ് ഉണ്ട്. കർത്താവിൻ്റെ ദാസ്യം അന്ന് ലൂക്ക 1:38 എന്താ അമ്മ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അമ്മ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ദൈവപിതാവിന് അമ്മയുടെ സ്വാതന്ത്ര്യത്തിൽ ഏത് സമയത്തും ഇടപെടാൻ പറ്റുന്ന രീതിയിൽ അമ്മ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ടിരിക്കുകയാണ്. ദൈവത്തിന് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ എഴുതി കയറ്റാം. അങ്ങനെ കോടികൾ എഴുതി കയറ്റുകയാണ്. എന്താണ്? ഒരു സ്ത്രീ പ്രസവിക്കാൻ നിൽക്കുന്ന സമയത്ത് 72 മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ ഒരു മനുഷ്യന്മാരും ഈ സമയത്ത് വിളിച്ചുകൊണ്ട് വീട്ടിൻ്റെ പുറത്തിറക്കി കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസ്യം അമ്മ പറഞ്ഞപ്പോഴേ അമ്മ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതാണിപ്പോൾ ഗാഢമായിട്ട് ചിന്തിക്കണം എന്ന് പറയുന്നത്. എന്താണ്? അപ്പായോടന്ന് പറഞ്ഞതല്ലേ, ഇതാ കർത്താവ്, ഞാൻ ഒരു അടിമപ്പെണ്ണാണെന്ന്. ഇതാ കർത്താവിൻ്റെ ദാസി, ഞാനൊരു അടിമപ്പെണ്ണാണ്, എന്നെ കൊല്ലാം, തിരിനെ തിന്നാം, വെള്ളത്തിൽ കൊണ്ട് വെച്ച് ഞാൻ അവിടെ ഇരിക്കും, വെയിലത്ത് കൊണ്ട് വെച്ച് ഞാൻ അവിടെ ഇരിക്കും, എല്ലാം എൻ്റെ ഇഷ്ടം. അങ്ങനെ കംപ്ലീറ്റ് സമർപ്പിതയായത് കൊണ്ടാണ് അമ്മയെ ഒരു ദക്ഷിണയും ഇല്ലാതെ ഇറക്കിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്ത് അപ്പായി സെറ്റ് ചെയ്ത് കൊടുത്ത ഒരു സ്ഥലം. അപ്പൊക്ക് വേണമെങ്കിൽ ബദ്രഹേം രാജകൊട്ടാരം വരെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. ഒന്നും കൊടുക്കത്തില്ല. ദൈവം തന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് ദൈവം തരാത്തത്. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ വേണ്ടി മാത്രം കാര്യമുണ്ട്. അത് ഗാഠമായി ചിന്തിക്കാനും കാര്യമുണ്ട്. എൻ്റെ ദൈവ പൈതലെ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവഹിത പ്രകാരം നീ എടുക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയോട് നിന്റെ ദൈവം ഉയർത്തുകയാണെന്ന് ഓർത്തുകൊണ്ട് മക്കൾ ഇതൊരു പ്രസംഗമോ അല്ലെങ്കിൽ വചന ശുശ്രൂഷ ഒന്നും പറയരുത്. ഇതൊരു ആധ്യാത്മിക ആഹാരമാണ്. നമ്മളിങ്ങനെ ആശയപരമായ ഒരു ലോകത്തിലല്ല സംസാരിക്കുന്നത്. നമ്മളെന്താണ്? അനുഭവ തലത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. അച്ഛനത് ഉപകരണം മാത്രമാക്കിക്കൊണ്ട് കർത്താവ് വചനം സെലക്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒറ്റക്കാണ്, നിങ്ങൾക്ക് ശക്തിയില്ല. ഇപ്പോൾ ചില സമയത്തൊക്കെ അതിർത്തിയൊക്കെ അളക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ വടിതടി ആയുധമായിട്ട് തല്ലാനും കൊല്ലാനും നിൽക്കത്തില്ലേ? നിങ്ങൾക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ഞാനൊരു ഇടവക ഇരുന്നപ്പോൾ ഒരുത്തനായ ഇടവകയുടെ വസ്തു കൈകയറി 40 കൊല്ലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. 40 കൊല്ലമായിട്ട് അയാളാണെങ്കിൽ ഗുണ്ടകളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരും അയാളുടെ കൂടെ ഉണ്ട്. കാര്യം ഞാനവിടെ ചെന്നപ്പോൾ പോലീസുകാർ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഞാനിത് ഈ വസ്തു എല്ലാം കൊണ്ടുപോയി തഹസിൽദാറിൻ്റെ അടുത്ത് കൊടുത്ത് വില്ലേജ് ഓഫീസിൽ കൊടുത്ത് 6 മാസം അവിടെ എൻ്റെ കൈക്കാരനെ അവിടെ കുത്തിയിരുന്നുകൊണ്ട് ആ 40 കൊല്ലത്തിനുള്ളിൽ ആ പ്രദേശത്ത് നടന്നിട്ടുള്ള മുഴുവൻ ക്രയവിക്രയക്കാർക്കെല്ലാം ഉടമസ്ഥർക്കെല്ലാം നോട്ടീസ് അയച്ചു കൊടുക്കുക. ഞങ്ങൾ അളക്കാൻ പോകണം. അങ്ങനെ അളന്ന് 6 മാസം കൊണ്ടാണ് കൊടുത്തു തീർത്തത്. 110 അവകാശങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അളക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കടമറ്റിക്കാരും കൂടി ഞാൻ ജോമാലയം എടുത്ത് അവരവിടെ പണി ചെയ്യാനുള്ള നമ്മളെ വെയിൽ കയറ്റി കെട്ടിയിരിക്കുകയാണ്. കാര്യം നമ്മളുടെ ഒരു 10-20 സെൻറ്റ് പുള്ളി അകത്താക്കി വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അപ്പന്മാരും മരിച്ചു പോയപ്പോൾ പള്ളിയിൽ കുന്തിരിക്കാൻ പോക്കാനും
തിരികെത്തിക്കാനും കൊടുത്ത കാശാണ്. ഓരോരുത്തരെ അതിനകത്ത് എൻക്രോച്ച് നോക്കാൻ ആരില്ല, അതുകൊണ്ട് എൻക്രോച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അവിടെ വെച്ചാണ് ഞാൻ ഈ നൊവേനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മാതാവിൻ്റെ നൊവേന തുടങ്ങിയത്. അപ്പോൾ അമ്മയോട് പറഞ്ഞു അത് നമ്മുടെ വസ്തുവാണ്, വാങ്ങിക്കണമെന്ന് പറഞ്ഞ്. കാര്യം അമ്മ സഭയുടെ സംഭവമല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് ഞങ്ങളൊരു 10-12 പേര്, ഞാൻ ജവമാനം ചൊല്ലി, അവർ പണി ആയുധങ്ങളൊക്കെ ആയിട്ട് പേര് കെട്ടപ്പോയി. അളന്ന് കിട്ടിയപ്പോഴുണ്ട് 20 സെൻറ്റും അവരുടെ അകത്താണ്. അപ്പോൾ അത് 20 സെൻറ്റ് അവരുടെ അകത്തുണ്ടായിരുന്ന വെയിലെല്ലാം പൊളിച്ചപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എന്നാ ചെയ്ത്, ജവമാനം ചൊല്ലിക്കൊണ്ട് എൻ്റെ മുടി അവിടെ ഇരുന്ന് ഫ്ലോഹയിട്ട് ജവമാനം ചൊല്ലിക്കൊണ്ടിരുന്ന്. എന്താണ് ഈ വിഷയം ഭയങ്കര സംഘർഷാത്മകമായ വിഷയമാണ്. നമ്മൾ ജവമാനം ചൊല്ലിക്കൊണ്ട് പോകണേ എന്തിനാ? അന്ന് അമ്മ ഉടമ്പടി തന്നിട്ടില്ല. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞാൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 2002 ചരിത്രമാണ് ഈ പറയണത്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കാര്യം വെച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകരമായ നമുക്ക് ചിലപ്പോൾ 2 തല്ല് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ജവമാലയം പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അന്നും മോസസിനോട് ഇതുപോലെ പറഞ്ഞായിരുന്നു, നീ പോകണമെന്ന് പറഞ്ഞാൽ മോസസ് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ പോകും, ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് ചോദിച്ചായിരുന്നു. എപ്പോഴും ഉള്ള പ്രശ്നമാണിത്. ഇതെല്ലാ കാലത്തുള്ള പ്രശ്നമാണ്. സീരിയസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മോസസിനോട് പറഞ്ഞപ്പോൾ മോസസ് പറഞ്ഞ് നീ ആരെയാണ് എൻ്റെ കൂടെ അയക്കണത്? ഭയങ്കര ഹൃദയഭേദകമായ ഒരു ചോദ്യമാണ്. 33:12 പുറപ്പാടിൻ്റെ പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് 33:12. അതെ. മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എന്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. അപ്പൊ ആരെയാണ് കൂടെ അയക്കണമെന്ന് അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അത് ആരെയാണ് അയക്കണമെന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. നമ്മളെ ചുറ്റും നമ്മളെ സഹായിക്കാനാ, സപ്പോർട്ട് ചെയ്യാനാ നിങ്ങൾ എത്ര ഉടമ്പടി എടുത്തിട്ടും ആരെയും കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഇത് വിഭജിക്കാനുള്ള ആത്മചൈതന്യം ഉണ്ടാകണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 13:33 മോസസിന് ഉത്തരവുണ്ട്. ആരെയാണ് നീ ഈ ജനത്തെ നയിക്കുക, മുന്നോട്ട് പോകുക എന്ന് പറയണ്ടേ? പക്ഷേ ആരാണ് നീ ആരെ കണ്ടിട്ടാണ് ഇത് എന്നോട് പറയണത്? ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് മോസസ് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു അഡ്മിഷന് പോകുന്നു, അല്ലെങ്കിൽ കേസിന് പോകുന്നു. ആരാണ് എൻ്റെ കൂടെ വരിക? ആരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുക? ആരെയും ഞാൻ കാണുന്നില്ല, ഇതുവരെ ആരും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള അനുഭവം നിനക്ക് മുമ്പേ നിന്നെപ്പോലെ ദൈവം ദൗത്യങ്ങൾ അയച്ചിട്ടുള്ള മോസസ് തൊട്ടുള്ള എല്ലാവർക്കും ഉണ്ടായെന്ന് ബൈബിൾ പറയണത്. അതുകൊണ്ടാണ് മോസസ് ചോദിക്കണത്, ആരെയാണ് മുന്നോട്ട് പോകുക നീ പറയണ്ടേ? ആരെയാണ് എൻ്റെ കൂടെ അയക്കണത്? അവനും ദൈവം മറുപടി പറയും. ആരെയും മാനുഷികമായ ആരെയും നീ സപ്പോർട്ട് കാണുന്നില്ലെങ്കിൽ, വീടിനോ ജോലിക്കോ വിവാഹത്തിനോ പണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നസങ്കീർണമായ ഒരു സ്ഥലത്തേക്ക്, നിൻ്റെ വസ്തു തന്നെ കൈകാര്യം ഒരു സ്ഥലത്തേക്ക് നീ പോവുകയാണെങ്കിൽ നിന്നെ സഹായത്തിന് നീ ആരെയും കണ്ടില്ലെങ്കിൽ നിനക്ക് ഉറപ്പാക്കാവുന്ന ഒരാളുണ്ട്. അതാരാണ്? 33:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ആരെയും കാണുന്നില്ല എന്നുള്ളതും, ബന്ധുക്കളെ, സ്വന്തപ്പെട്ട സഹോദരൻ, സുഹൃത്തുക്കളെ ആരെങ്കിലും നമ്മളെ സഹായിക്കാനില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് നിനക്ക് സങ്കടവും നിരാശയല്ല വരേണ്ടത്. പിന്നെന്താ വരേണ്ടത്? കർത്താവ് ആണ് ഈ വിഷയം ഏറ്റെടുത്തതെങ്കിൽ അതിൻ്റെ അടയാളം മറ്റുള്ളവർ നമ്മളെ കൈവിട്ട് കളയുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. ഒരു വിഷയം കർത്താവ് ഏറ്റെടുത്താൽ, ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യം വെച്ചാൽ ഒരാൾ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ജോലി വേണം. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി അവിടെ വരുന്ന സൗമ്യ കായംകുളം പറഞ്ഞൊരു സാക്ഷ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലെ ജോലിക്ക് ഒരാൾ പോയിരിക്കുക ഇൻ്റർവ്യൂവിന്. പക്ഷേ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാട്, ക്ലേശവും, ജോലിയും പോയി വീടും കച്ചവടം നടക്കണില്ല, എന്തൊക്കെ തരത്തിൽ അവർ ഫ്ലാറ്റായി പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒരു പേപ്പറിൽ ഒരു പരസ്യം കണ്ട് ഓയിൽ ആൻഡ് കമ്പനി ഗ്യാസ് കമ്പനി ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ അയാളെ ചോദിച്ചു, ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾ ചോദിച്ചു, നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൽ എന്താ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം കേൾക്കണം. നമ്മൾ വചനത്തിൽ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങളവർക്ക് അതൊരു ആശയമല്ലേ എന്ന്. ആശയമല്ല,
അനുഭവമായിട്ടാണ് ആശയമാകണത്. ദൈവത്തിൻ്റെ കാര്യം ആദ്യം അനുഭവമായിട്ടാണ് അത് ആശയമായിട്ട് വരണത്. മനുഷ്യൻ്റെ കാര്യം ആദ്യം തിയറി ഉണ്ടാകട്ടാണ് പ്രാക്ടിക്കൽ ഉണ്ടാകുന്നത്. നേരെ തിരിച്ചാ. അപ്പോൾ എന്താണ് ഇയാളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൽ എന്താ എക്സ്പീരിയൻസ്? ഇയാൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇയാളുടെ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ഈ മനുഷ്യൻ ആ സമയത്ത് എന്ത് പറയുക, ഉടമ്പടി കാശിൽ എടുത്തുകൊണ്ട് തിരുമ്മിക്കൊണ്ടിരിക്കും വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട്. അതാണ് വിഷയം. പുള്ളിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അതിന് മറുപടി പറഞ്ഞില്ല പുള്ളി. മറുപടി പറയാതെ ഉടമ്പടി കാശിൽ എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി തിരുമ്മിക്കൊണ്ടിരിക്കും. എന്താണ്, കർത്താവേ നീ മാത്രമേ ഈ ചോദ്യത്തിന് മറുപടി പറയാവുള്ളൂ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഉടനെ ആ മനുഷ്യൻ ഇയാളുടെ ഇത് വാങ്ങിക്കും. എന്താ വാങ്ങിക്കണേ? ഫയൽ വാങ്ങിക്കും. ഫയൽ വാങ്ങിച്ചിങ്ങനെ മറച്ചു നോക്കി വെച്ചും പറയും, നിങ്ങൾക്ക് ഖത്തറിൽ ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും തയ്യാറാണ്, എന്നാൽ പാസ്പോർട്ട് ഇങ്ങനെ നേക്കാൻ പറയും. ഈ മനുഷ്യൻ ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ഖത്തറിൽ ജോലി ചെയ്യാൻ. ശ്രുതികട ഹല്ലേലൂയ, ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, അതായത് വചനപ്രഘോഷണത്തിൻ്റെ ഒരു പ്രാഥമിക രീതിയാണ്. എന്താണത്? റോമ 15 ഒന്നുകൂടി വായിച്ചോളൂ. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും. റോമ 15:18 വായിച്ചോളൂ. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. അപ്പൊ ഞാൻ വഴിയെന്ന് പറഞ്ഞാൽ ആര് വഴിയാ? ഞാൻ വഴി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഈ ആൾക്ക് ഈ ഖത്തറിൽ ജോലി കിട്ടാൻ കാരണം എന്താണെന്നറിയാമോ? അവർ പറയുന്നുണ്ട്, എന്നാ അവരുടെ പേര് സൗമ്യ കായംകുളം, അവരാണ് വൈഫ് പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ അന്തരാളം പൂണ്ട് വിഷമിച്ച് നടക്കുന്ന കാലത്ത് ഒരു മീൻകാരൻ ഞങ്ങൾക്കൊരു കൃപാസനം പത്രം തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പാട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ, നിങ്ങളത് ഏറ്റു പറയുക ആ പാട്ട്. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ഒന്നുകൂടി പഠിക്കുക. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അപ്പൊ ക്ലേശകാലത്ത് നമ്മളെ കർത്താവ് എൻ്റെ പ്രിയൻ എന്നെ കൂടാരത്തിൽ ഇരുത്തുമെന്ന. ഈ കൂടാരത്തിലാണ്, മഹാകൂടാരത്തിലാണ് കൃപാസനം ഉള്ളത്. പഴയ നിയമത്തിലെ കർത്തൃ സന്നിധാനം അവിടെയാ മോശ കയറിപ്പോണതും മേഘങ്ങൾ വന്ന് കൂടാരത്തെ മൂടുന്നതും ജനങ്ങൾ കവർന്നു വീണ് അവരുടെ കൂടാരങ്ങളുടെ വാതിൽക്കൽ ആരാധിക്കുന്നതും മഹാകാഴ്ചയാണ്. അപ്പോൾ പഴയ കാലങ്ങളിൽ ദൈവമായിട്ട് ജനം ഉടമ്പടി ചെയ്താണ് ഈ ക്ലേശകാലങ്ങളെ അതിജീവിക്കുന്നത്. കാര്യം എന്താണ്? ക്ലേശകാലങ്ങളിൽ നമ്മുടെ കഴിവ് അനുസരിച്ച് അതിനേക്കാൾ വലിയ ജീവിത ആവശ്യങ്ങൾ നമുക്ക് വരും. നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് പറ്റുന്ന ഒരു കഴിവ് നമുക്കുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിൻ്റെ എണ്ണവും കണ്ടല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ നിന്നെ സ്നേഹിച്ചത്, നീ എണ്ണത്തിൽ കുറഞ്ഞത് തന്നെയാണ് നിന്നെ സ്നേഹിക്കാൻ കാരണമെന്ന്. കാര്യം ഞാനാണ് ദൈവം. ശ്രദ്ധിക്കട്ടെ. അതായത് ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. ഈ വചനം ഒരിക്കലും മറക്കരുത് മക്കളെ. കാര്യം മോസസ് എന്താ ചോദിച്ചത്? 13:12 ആരാണ് എൻ്റെ കൂടെ? എനിക്കാരാണ് സഹായം തരാൻ പോണത്? എൻ്റെ മകളുടെ കല്യാണത്തിന് ആരാണ് എനിക്ക് സഹായം തരാൻ പോണത്? ഈ രോഗത്തിൽ നിന്ന് ആരാണ് എന്നെ സുഖപ്പെടുത്താൻ പോകുന്നത്? എപ്പോഴും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചോദ്യമല്ലേ? അതല്ലേ കർത്താവിൻ്റെ വചനം നമ്മൾ വായിച്ചത്. 2 Corinthians 1:4 എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ അനുഭവിക്കുന്നവരെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ ഡെൽറ്റ ജോസഫ് എന്നും പറഞ്ഞ് ഒരു MD ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു. നീ ഡോക്ടർമാരുടെ സാക്ഷ്യം കേൾക്കണം കേട്ടോ. ഡോക്ടർമാരും ജഡ്ജിമാരും ഒക്കെ IPS ആയിട്ടുള്ള റാങ്കുള്ളവരൊക്കെ എത്ര പേരാണ് ഉടമ്പടി ചെയ്തിരിക്കണമെന്നറിയോ? അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വിഷയം, ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസം ഉള്ളവരെ
വളരെ കൃത്യതയോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. കാര്യം എന്താണ് ഉടമ്പടിയിലുള്ളത് അതിൻ്റെ ഇഫക്റ്റാണ് കാണുന്നുണ്ട് ആൾക്കാർ. പുക മാത്രമല്ല, തീയും കാണുന്നുണ്ട്. പുകയുടെ തീ ഉണ്ടെന്ന് അനുമാനിക്കേണ്ട കാര്യമല്ല. തീ ആൾക്കാരെ തൊടുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഡെൽറ്റ ജോസഫിൻ്റെ സാക്ഷ്യം എന്താ? അവർ ഇംഗ്ലണ്ടിൽ വർഷങ്ങളായിട്ട് അവർ ജനറൽ ഫിസിഷ്യനാണ്. പക്ഷെ അവിടെ പ്രശ്നം, അവരുടെ 3ാമത്തെ പ്രസവത്തിൽ അത് ഭയങ്കര സിസേറിയനായിപ്പോയി. ഭയങ്കര സിസേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ 4 ലിറ്റർ ബ്ലഡ് നഷ്ടപ്പെട്ടു. 2ാമത്തെ പ്രസവത്തിൽ 4 ലിറ്റർ ബ്ലഡ് നഷ്ടപ്പെട്ടു. അപ്പോൾ BP താന്നിട്ട് 40-20 ആയി. അപ്പോൾ മരിച്ചു പോകും. BP താന്നിട്ട് 40-20 ആവും. അപ്പോൾ അവർ നമുക്കറിയാവില്ല, BP 40-20 വന്നാൽ പിന്നെ അടുത്തത് മരണമാണ്. അപ്പോൾ അത്രയും ഒരു ഓപ്പറേഷനിലൂടെ മരണത്തെ ഇങ്ങനെ തൊട്ട ആളാണ് ഈ ഡോക്ടർ ഡെൽറ്റ ജോസഫ്. അപ്പോൾ അതുകൊണ്ട് അവരും ഫിസിഷ്യനാണ്. അപ്പോൾ അവരുടെ മറ്റ് ഫിസിഷ്യൻസൊക്കെ പറഞ്ഞ് ഇനി പ്രഗ്നൻസി പറ്റത്തില്ല, നമുക്കിപ്പോൾ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാമെന്ന് പറയും. ഇപ്പം തന്നെ അത് ഗർഭം നിർത്താം, പ്രസവം നിർത്താം, ഇനി പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ അത് ദൈവ പദ്ധതി അല്ലെന്ന് അവർക്ക് തോന്നിയ കാരണം അവർ നല്ല വിശ്വാസിയാണ്. അതുകൊണ്ട് അങ്ങനെ നിർത്തണ ദൈവ പദ്ധതി അല്ലെന്ന് അവർക്കറിയാവുന്ന കാരണം അവർ പറഞ്ഞ് അതിനെക്കുറിച്ച് അവർ യേശു പറഞ്ഞില്ല. നിങ്ങൾക്കറിയാമോ, വിശ്വാസം ജീവിക്കുന്നവർ അങ്ങ് കൃത്യമായിട്ട് ജീവിക്കുന്നുണ്ട്. ചില ആൾക്കാർ കുറച്ച് കാര്യത്തിൽ വിശ്വസിക്കും, കുറച്ച് കാര്യത്തിൽ വിശ്വസിക്കത്തില്ല. അതാണ് പ്രശ്നം. ചില കാര്യം നിങ്ങൾക്ക് കുറച്ച് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കംഫർട്ടല്ല, അതുകൊണ്ട് വിശ്വസിക്കത്തില്ല. ഡോക്ടറല്ലേ പറഞ്ഞത്, എന്നാൽ പ്രസവം നിർത്തിയേക്കാമെന്ന് വിചാരിക്കും. ദൈവതിരുമനസ്സല്ലല്ലോ അത്. നിങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ ദൈവ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതോടൊന്ന് ചോദിക്കണം. കാര്യം ഈ നിങ്ങൾക്ക് ഗർഭപാത്രം ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ പ്രസവം നിർത്തിയ ഇല്ലെങ്കിലും ദൈവഹിതമല്ല നിങ്ങൾ പ്രസവം നിർത്തണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? നിത്യത എന്ന് പറയുന്നൊരു വിഷയത്തിൽ നിങ്ങൾ പണിമേടിക്കാൻ സാധ്യതയുണ്ട്. ഈ ലോകത്ത് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ പട്ടിച്ചാണ് ഒരു ചത്തുപോകാം, ഒരു കുഴപ്പമില്ല. പന്നി ഒക്കെ എത്ര പ്രസവിക്കുന്ന ചത്തുപോകുന്നു, നമ്മളും ചത്തുപോകുന്നു. അത്ര ഉള്ളെങ്കിൽ കുഴപ്പമില്ല. നിത്യതയാണ് ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ടാണ് ഇതുപോലെ സുവിശേഷ വിഹിതമായി വിശ്വസിച്ച് ജീവിക്കുന്നവർ എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ വിശ്വസിക്കുന്നവർ, അങ്ങനെ ജീവിക്കാൻ ജനിച്ചു പോയത് കൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് പോയ ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ജനിച്ചു പോയത് കൊണ്ട് വിശ്വാസിയാകുകയും പിന്നീട് വിശ്വാസ സത്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ സ്വന്തമാകുകയും ചെയ്ത ആൾക്കാർ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യത്തില്ല. ഡോക്ടർ പറഞ്ഞു അയാൾ ഡോക്ടറാണ്, പക്ഷേ ജനറൽ ഫിസിഷ്യനാണ്, പക്ഷേ അവർ പറഞ്ഞ് പ്രസവം നിർത്താൻ പറ്റത്തില്ല, ഇറ്റ്സ് നോട്ട് വിൽ ഓഫ് ഗോഡ് എന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു ഡോക്ടറല്ലേ, നിങ്ങൾക്ക് ശാസ്ത്രബോധമൊന്നും ഇല്ലേ? ഇനി പ്രസവിച്ചാൽ ഇതുപോലെ ഒരു കേസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറയും. പക്ഷെ അവരെന്താ ചെയ്തിരിക്കണം? അവരിപ്പോൾ ഉടമ്പടിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കേട്ട് അപ്പോൾ ഒരു നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് എന്താണ് മൂന്നാമത് പ്രസവിക്കാൻ കണക്കാക്കിയാണ് ഉടമ്പടി എടുത്തിരിക്കണേ. ഇത്രയും മരണത്തെ നേരെ കണ്ട ആൾ മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഉടമ്പടി എടുത്തപ്പോൾ എന്താ ചെയ്തിരിക്കണത്? ഉടമ്പടിയിൽ അവരെ ഒരു കുഞ്ഞിനെ എക്സ്പെക്റ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ, അതിന് ട്രൈ ചെയ്യണ മുമ്പ് തന്നെ അവർ ഉടമ്പടി തൈലമെടുത്ത് വയറ്റേ പുരട്ടും. ഡോക്ടറാണെന്ന് ചിന്തിക്കണം നിങ്ങൾ. വിശ്വാസത്തോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യണത്. എന്നിട്ട് അവർ ക്യാരിയാവും. ക്യാരിയാവുമ്പോൾ എന്താ അവർ ചിന്തിക്കണത്? ഈ കുഞ്ഞ് മാതാവിൻ്റെ കുഞ്ഞാണ്. അതാണ് വിഷയം. ഈ കുഞ്ഞ് മാതാവിൻ്റെ കുഞ്ഞാണ്. ഇതിനെ രക്തം പൊടിയാ പ്രസവിപ്പിക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ വിശ്വാസം പ്രഖ്യാപിച്ചില്ലേ, പിന്നെ എനിക്കെന്താ പ്രശ്നം? എൻ്റെ പ്രശ്നം തീർന്ന്. ഞാൻ അമ്മയിൽ വിശ്വസിച്ചു. അമ്മ എൻ്റെ ബെഡ്റൂമിലുണ്ടാകുമെന്നും അമ്മ എൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിച്ചു. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലമെടുത്ത് എൻ്റെ ഗർഭപാത്രത്തിൽ പുരട്ടി. മൈ റോൾ ഈസ് ഓവർ. പിന്നെ ആരുടെ അതിന് റോളുള്ളത്? ദൈവത്തിൻ്റെതാണ്. അമ്മ ഉണ്ടാകും. അവരുടെ പ്രസവിക്കാൻ പോയപ്പോൾ അവർക്ക് കുഴപ്പമില്ല, അവർ കൂളായിട്ട് പ്രസവിക്കാൻ പോയി. ഓപ്പറേഷൻ നടന്ന്. പക്ഷേ എത്ര വെറും 700 ml ബ്ലഡേ പോയുള്ളൂ. അവർക്കൊരു കുഴപ്പമില്ല. മൂന്നാമത്തെ കുഞ്ഞിനെ കിട്ടി. അതാണ് വിശ്വാസം. ശ്രദ്ധിക്കട്ടെ. പുറപ്പാട് 33:19 അവിടുന്ന് അരുൾ ചെയ്തു, എന്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന എന്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. എനിക്കിഷ്ടമുള്ളവർ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും. എന്നാൽ പിന്നെ നമ്മളെന്താണ് മാട്ടക്കിടന്ന് നെഞ്ചു കളയണത്? അപ്പോഴ് പുറപ്പാട് 33:19 എന്താ പറഞ്ഞത്? എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും.
ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും. അപ്പോൾ കൃപയുടെ അവസ്ഥ ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ്? നമുക്ക് അവിടെ എന്താ റോഡ്? ദൈവമല്ല തീരുമാനിക്കണത്. ദൈവത്തെ നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? പുറപ്പാട് 33:19 എന്താ പറയണത്? എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും, ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളവരാണ്, ദൈവം ചെയ്യുന്ന കാര്യമാണ് അതെങ്കിൽ പിന്നെ അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവിക ഒരു ചോദ്യമല്ലേ. പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട്. ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി എടുക്കണം നമ്മളാണ്. അവിടെയാണ് അതിൻ്റെ മെക്കാനിസം ഇരിക്കുന്നത്. ദൈവം ഇഷ്ടം, ദാറ്റ്സ് ഓക്കെ. ദൈവം പറയണം. പുറപ്പാട് 33:19 പറഞ്ഞ എന്താണ്? എനിക്ക് പറഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും. ഓക്കെ. അപ്പം ദൈവത്തിൻ്റെ നമുക്കൊരു അതിൻ്റെ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി. എന്താണ്? കൃപ ഒഴുകണ വഴിയെന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പിന്നെ അവിടെ നമുക്ക് റോളൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കും. നമുക്കാണ് റോള്. എന്താണ്? നമ്മൾ ദൈവത്തെ ഇഷ്ടപ്പെടുത്തി എടുക്കണം. അവിടെയാണ് പ്രശ്നമിരിക്കുന്നത്. ദൈവത്തിന് നമ്മളെ ഇഷ്ടപ്പെടുത്തി എടുക്കണം. ഇതിനാണ് ഈ ഉടമ്പടി ചെയ്തുകൊണ്ട് പുറകെ നടക്കുന്നത്. ഉടമ്പടി ചെയ്ത് ജീവിക്കല്ലേ ആൾക്കാർ. എന്തിനാണ്? ദൈവത്തെ ഇഷ്ടപ്പെടുത്തി എടുക്കാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിലപാടുകളിലൂടെ നിന്റെ ഇഷ്ടം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അപ്പോൾ വചനം എങ്ങനെയാണ്? 33:19 എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? എങ്ങനെയാണ് നമ്മളെ തന്നെ ദൈവത്തിനെ ഇഷ്ടപ്പെടുത്തി എടുക്കുന്നത്, അല്ലേ? എങ്ങനെയുള്ളവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്? അത് അറിഞ്ഞാൽ വിഷയം തീർന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് വായിക്കാൻ പോകുന്ന പുസ്തകം യെശയ്യാ 33:30 എടുത്ത്. യെശയ്യാ 30:18. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 30:18. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. അതെ, ഔദാര്യമാണ് കേട്ടാ, അവകാശമല്ല. അതായത് യെശയ്യാ 30:18 എന്താണ്? നിന്നോട് നിന്റെ അവകാശം തരാൻ വേണ്ടിയല്ല, നിന്നോട് ഔദാര്യം കാണിക്കാൻ എന്ന് പറഞ്ഞേ. നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. ക്ലിയറല്ലേ? ഇതാണ് ഈ അനുഗ്രഹം മുഴുവൻ ആൾക്കാർ വാങ്ങിക്കുന്നതിന്റെ കാരണം. ഇതാണ് എൻ്റെ ഗുഡ്നസ് എന്ന് പറയണത്. പറഞ്ഞ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. Read it again, other word. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പൊ കർത്താവിന്റെ നീതിയുടെ ഉദ്ദേശം മനസ്സിലായില്ലേ? നീതിയാണെങ്കിൽ നമുക്ക് ഈ ഔദാര്യം കിട്ടേണ്ട യാതൊരു സാധ്യതയില്ല. നമ്മുടെ കയ്യിരിപ്പൊക്കെ ഒന്ന് എണ്ണി നോക്കാനാണെങ്കിലേ പണി കിട്ടുമെന്നാണ് ഈ പറയണത്. അതുകൊണ്ട് ദൈവത്തെ തന്നെ ഉയർത്തുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയെ ദൈവം നീതിമാനാണെന്നുള്ള കാര്യം പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെയൊക്കെ ഉയർന്നില്ലേ? പക്ഷെ അങ്ങനെ ദൈവത്തിൻ്റെ നീതിയിൽ ദൈവം നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമ്മളോട് ഔദാര്യം കാണിക്കാനാണ്. ബൈബിൾ എന്ത് രസമാണെന്നറിയാമോ? കാര്യം ദൈവം നീതിമാനാണെന്ന് പറയുമ്പോഴും ദൈവം സത്യസന്ധനാണെന്ന് പറയുമ്പോഴും നമുക്കതുപോലെ അതിൻ്റെ വക്കത്ത് പോലും വരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരുണയ്ക്കും അവിടുത്തെ ഔദാര്യത്തിനും നമ്മളെ അർഹമാക്കാൻ വേണ്ടി ദൈവിക നടപടിയാണ് ദൈവം തന്നെ ഉയർത്തുന്നത്. കൈയടിച്ച് കർത്താവ്